പുറത്ത് നല്ല മഴയാണ് കേട്ടോ, ക്യാമറ കാണായിട്ടാണ്. അപ്പോൾ ഷീറ്റ് കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കേണ്ടത് എന്താ തൂക്കിയിട്ടതെന്ന്. ഇവിടെ ഓട്ടോ പാർക്ക് ചെയ്യുന്നതാണ് കേട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ ഇട്ട് വെച്ചത്. അത് മഴ പെയ്തിട്ട് അപ്പാട് ഇങ്ങനെ താണ് കിടക്കാന്ന് കേട്ടോ. ഇനിയിപ്പോൾ മഴയൊക്കെ പോയിട്ട് വേണം വലിച്ച് കെട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഈ ഒരു ചൂടിപ്പാടന്ന് കഴുകി ഇട്ടാന്ന് കേട്ടോ. മൊത്തം ഞളുപ്പാന്ന് കേട്ടോ. ഈ ഒരു ഞളുപ്പ് പോയിക്കില്ല, നില ഒന്നായിട്ടിങ്ങനെ അടിഭാഗത്തുനിന്ന് വെള്ളം ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ പൊങ്ങുക കേട്ടോ. കാരണം എന്താ മഴ ഇങ്ങനെ പെയ്യുന്നതുകൊണ്ടായിരിക്കും അതിങ്ങനെ ഒരു എന്താ ആറുന്നില്ല. അപ്പോൾ ഞാൻ ഗ്യാസുമേൽ വെള്ളം ഇട്ട് പോയത്, വെള്ളമല്ല അരിയും വെള്ളവും കൂടിയും വെച്ചിട്ട് പോയത് അതിനോട്ടോ. അപ്പം മൊത്തം തിളച്ച് മറിയാൻ തുടങ്ങി വന്ന് നോക്കുമ്പോൾ. ഇതിൻ്റെ മുകളിൽ രാവിലെ തന്നെ അടിച്ച് വരുന്ന സമയത്ത് എന്താ തുളസിൻ്റെ കൊമ്പ് ഒടിഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് അതെടുത്തുണ്ടോന്ന് കേട്ടോ. എന്നിട്ട് അത് അതിൽ കൊണ്ടിട്ടതാണ്. നല്ല ഭംഗി ഉണ്ടാവും വെച്ച് അത് അതിലിട്ടോന്ന് പറഞ്ഞിട്ട് അത് അതിൽ കൊണ്ടിട്ടതാണ്. മറ്റേത് എന്താ നമ്മളെ ലക്കി ബാമ്പു ഇല്ലേ, അതും അതുപോലെ തന്നെ എന്താ മണി പ്ലാന്റും ആണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ചെടികളൊക്കെ അങ്ങനെ വെക്കാനും വേണ്ടിയിട്ട് അടുക്കളയിൽ. ഇതിപ്പോൾ രാവിലത്തെ മുട്ടക്കറിയും അതുപോലെ തന്നെ അതിൻ്റെ അടിയിൽ പത്തിരിയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ അടിയിൽ ഇന്നലത്തെ കറി അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ഇന്നലെ പൊള്ളിയതാണ് കേട്ടോ. ഇന്നലെ ഞാൻ ചപ്പാത്തി ചുടുന്ന സമയത്ത് എന്താ ചപ്പാത്തി ഇങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് ഇങ്ങനെ മറിച്ചിട്ടായിരുന്നു, അതിൻ്റെ ഉള്ളിൽ കൈ വെച്ച് പോയി കേട്ടോ. കൈ ഉള്ളിലായിപ്പോയി, ഭയങ്കര വേദന അതിന് കേട്ടോ, സഹിച്ചുകൂടാണ്ടായിപ്പോയി. ഇത് ഞാൻ എണ്ണ കാച്ചിയതാണ്. എണ്ണ കാച്ചിയാന്ന് വെച്ചാൽ ഒരു 10-15 സാധനമൊക്കെ ഇട്ടിട്ട് കാച്ചിയ ഒരു എണ്ണയാണ് കേട്ടോ. വെളിച്ചെണ്ണ നമ്മൾ തലയിൽ തേക്കുന്ന താരന്, മുടി കൊഴിച്ചൽ, ഇതിനൊക്കെ നല്ലതാണ് കേട്ടോ. ഇപ്പം ഞാൻ തേച്ചിട്ട് നല്ല റിസൾട്ട് ഉണ്ട് അതിനെക്കൊണ്ട്. അതങ്ങനെ തേക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ല കളറും നല്ല മണമാണ് കേട്ടോ. അതിപ്പോൾ ഒരു പച്ച കളറാണേ. ഇവിടാണ് ഞാൻ വെളിച്ചെണ്ണയും അതുപോലെ തന്നെ ഓയിലൊക്കെ വെക്കൽ കേട്ടോ. അതിപ്പം 2-3 ദിവസമായിക്കാളും ഇങ്ങോട്ട് മാറ്റിയിട്ട്. മറ്റേ ഞാൻ അപ്പുറത്ത് ബേക്കിലായിരുന്നു വെക്കൽ. ഇനിയിപ്പോൾ ഇന്ന് ചെമ്മീനാണ് കേട്ടോ നമുക്കുള്ളത്. ചെമ്മീൻ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അതൊന്ന് കുറച്ച് എടുത്തിട്ട് കട്ട് ചെയ്യട്ടെ. മുഴുവനായിട്ടൊന്നും എടുക്കുന്നില്ല കേട്ടോ, കുറച്ച് മാത്രം മതിയാവും. അതിലിപ്പോൾ കൊയലയും കാണുന്നുണ്ട്, അതുപോലെ തന്നെ മത്തിയും കാണുന്നുണ്ട്. അതൊന്നും എടുക്കുന്നില്ല. ഇപ്പം കുറച്ച് വാപ്പാക്കും മൂക്കും മാത്രം മതി കേട്ടോ കൊഞ്ചന്. അപ്പോൾ എനിക്ക് വേണ്ട. ഞാനിപ്പോൾ ഒരു ആയുർവേദ മരുന്ന് കുടിക്കുന്നത് കൊണ്ട് എനിക്ക് വേണ്ട. അപ്പോൾ ഇത് നമ്മളെ പാത്രത്തിലേക്ക് എടുത്തിട്ടിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. ഇപ്പോൾ കുറച്ച് മതി, ബാക്കിയെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോവുകയാണ് കേട്ടോ. ചെമ്മീൻ കൊണ്ടുള്ള റെസിപ്പി ഞാൻ മറ്റേ വീഡിയോയിൽ ഇടുന്നുണ്ട്, അല്ല മറ്റേ ചാനലിൽ ഇടുന്നുണ്ട് കേട്ടോ. അത് കാണുന്ന വേണ്ടിയോല് പോയി കാണുക. അപ്പോൾ ചെമ്മീൻ ബാക്കി ഞാൻ മൂടി ഫ്രിഡ്ജിലേക്ക് വെക്കാന്ന്. നല്ല വലിപ്പമുണ്ട് കേട്ടോ ചെമ്മീൻ. ഇതിപ്പോൾ സഞ്ചിയിൽ ഞാൻ ഇങ്ങനെ വെണ്ടയ്ക്ക് അതുപോലെ തന്നെ പച്ചമുളകും കെട്ടി വെച്ചതാണ് കേട്ടോ ഫ്രിഡ്ജിൻ്റെ അകത്ത്. അപ്പോൾ പെട്ടെന്ന് കൂടി നാശമാകില്ല. അപ്പോൾ ഇതൊന്ന് ക്ലീൻ ആക്കി എടുക്കട്ടെ. അപ്പം ഞാനിത് കുക്കിംഗ് വീഡിയോ ആക്കിയിട്ട് മറ്റേ ചാനലിലേക്ക് എടുക്കാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ. അന്നിനിപ്പോൾ അതൊന്ന് എടുത്തിട്ടൊന്ന് ക്ലീൻ ആക്കിയിട്ടൊന്ന് കറി വെച്ചിട്ട് ബാക്കി വീഡിയോ ഒക്കെ ഒന്ന് ഷൂട്ട് ചെയ്യട്ടെ.